ഹലോ എവ്രി വൺ, ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹൈക്കർ ക്യാപ്സൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട തീമാണ്. ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള UPSCയുടെ ഒരു ഫേവറേറ്റ് തീമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ UPSC ഈ ഒരു ഭാഗത്ത് നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ഈ ഒരു തീമിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു തീം എന്താണ്? തീം ഹിസ്റ്ററി ടേംസ് ആൻഡ് പോർട്സ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ടേംസും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പോർട്സും. ഏൻഷ്യന്റ് ഇന്ത്യയിലെയും മിഡീവൽ ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ടേംസും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പോർട്സും ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു തീം എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണിത്? UPSC കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2020 UPSC ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രേസസ് ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് ദ Hundi generally referred to in the sources of the post-Harsha period. എന്താണ് ഹുണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2020 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ദ പീരിയഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ദ ടൗൺസ് ഗന്ധശാല, കഡൂര ആൻഡ് ഷൗൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 UPSC ചോദിച്ചിട്ടുണ്ട്. ഇൻ മിഡീവൽ ഇന്ത്യ ദ ടേം ഫണം റെഫർ ടു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2022 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, ഹു ഓഫ് ദ ഫോളോയിങ് വിയർ നോൺ as കുലാധനൻ. അതുപോലെ തന്നെ 2023 UPSC ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യ, കോർക്കൈ, പൂംപുഹർ ആൻഡ് മുച്ചിരി വിയർ വെൽ നോണസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു തീമിന്റെ ബേസിസിൽ, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൈംസും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പോർട്സിന്റെയും ബേസിസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് ഈ ഒരു തീം അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തീമിലേക്ക് നമുക്ക് പോകാം. പ്രധാനപ്പെട്ട കുറച്ച് ടേംസ്, അതുപോലെ ടേമിനോളജീസ്, പിന്നെ എന്താണ് പോർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൈനിസവും ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടേമിനോളജീസ് നമുക്ക് ആദ്യം നോക്കാം. നിഗ്രന്ഥ ആണ് റിലേറ്റഡ് ടു ജൈനിസം ആണ്. ഫ്രീ ഫ്രം ഓൾ ബോൺസ് അതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത്. റെഫേഴ്സ് ടു ജൈൻ അസെറ്റിക്സ്. ഇനി ചൈത്യ എന്ന് പറയുന്നുണ്ട്. ചൈത്യ എന്താണ്? ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈമാണ്. അതുപോലെ തന്നെ വിഹാരയും ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈമാണ്. ഈ രണ്ട് ടൈമും തമ്മിൽ ചെറിയ ചെറിയ ലിങ്കേജസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ചൈത്യ എന്താണ്? ഷ്രൈൻ ഓർ പ്രയർ ഹാൾ വിത്ത് സ്തൂപയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചൈത്യ എന്ന് പറയുന്നത്. വിഹാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊണാസ്റ്റിക് ലിവിംഗ് ക്വാർട്ടേഴ്സ്, ഈ മോങ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ വിഹാരാസ് എന്ന് പറയുന്നത്. ഇനി സ്തൂപ ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡോമിക്കൽ സ്ട്രക്ചർ വിത്ത് ബുദ്ധാസ് റിലിക്സ്, ബുദ്ധന്റെ റിലിക്സ് ഉള്ള ഒരു ഡോമിക്കൽ സ്ട്രക്ചേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്തൂപ എന്ന് പറയുന്നത്. ഇനി ഉപാസികാസ് ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ലേഡി ഫീമെയിൽ ഡിസിപ്പിൾസ് ഓഫ് ബുദ്ധ, ഈ ബുദ്ധിസത്തിലെ ലേഡി ഫീമെയിൽ ഡിസിപ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉപാസികാസ് എന്ന് പറയുന്നത്. ഇനി വേദ കാലഘട്ടത്തിലെ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യോ എക്കണോമിക് ഒഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട് വ്രജപതി എന്താണ്? ഇൻ ചാർജ് ഓഫ് ദ കാറ്റിൽ ആൻഡ് പാസ്റ്ററൽ ലാൻഡ്സ്. ഭാഗദൂക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് കളക്ടർ. അതുപോലെ തന്നെ സംഗ്രഹൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഷറർ ആണ്. ഇനി അക്ഷവാപ്പ മീൻസ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ജീവഗൃഭ അല്ലെങ്കിൽ ഉഗ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഒഫീഷ്യൽസ് ആണ്. ഇത്രയും ടൈംസ് ഒരു വേദ കാലഘട്ടത്തിന്റെ ബേസിസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈംസ് ആണ്. ഇനി മൗര്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശാസ്ത്ര റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ടൈംസ് നമുക്ക് നോക്കാം. ഒന്ന് സന്നിധാതയാണ്, കീപ്പർ ഓഫ് സ്റ്റോർസ് അല്ലെങ്കിൽ ട്രഷറർ എന്ന് പറയും. മറ്റൊന്ന് സാമഹർത്ത അല്ലെങ്കിൽ റവന്യൂ കളക്ടർ, ക്യാഷോ കൈൻഡോ എന്താണെങ്കിലും ആ ഒരു റവന്യൂ കളക്ട് ചെയ്യുന്ന ഒഫീഷ്യലിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാമഹർത്ത എന്ന് പറയുന്നത്. ഇനി അമാത്യ മീൻസ് സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ലൈക്ക് മിനിസ്റ്റർ, ഒരു മിനിസ്റ്ററിനെ പോലെയുള്ള ഒരു സീനിയർ അഡ്മിനിസ്ട്രേറ്റർ, അയാളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അമാത്യ എന്ന് പറയുന്നത്. ഇനി അക്ഷപടലാധ്യക്ഷ, അതെന്താണ്? അക്കൗണ്ടന്റ് ജനറൽ ഓഫ് കറൻസി ആൻഡ് അക്കൗണ്ട്സ് ആണ്. ഇനി പണ്യാധ്യക്ഷയുണ്ട്, അതാണ് ഹെഡ് ഓഫ് കൊമേഴ്സ്. ഇനി സുൽഖാധ്യക്ഷയാണ്, കസ്റ്റംസ് ആൻഡ് ടോൾ കളക്ഷന്റെ ഒഫീഷ്യലായിട്ട് പറയുന്നത്. ഇനി ഗോപയാണ് അക്കൗണ്ടന്റ് ഫോർ 5 to 10 വില്ലേജ് യൂണിറ്റ്സ്, 5 or 10 വില്ലേജ് യൂണിറ്റ്സിനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ അക്കൗണ്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോപ എന്ന്. മറ്റൊന്നെന്താണ്? രാജുകയാണ്. രാജുക മീൻസ് മജിസ്ട്രേറ്റ് ആണ്. അയാൾക്ക് എന്താണ്? റിവാർഡ് കൊടുക്കാനും അതുപോലെ തന്നെ പണിഷ് ചെയ്യാനുമുള്ള പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗുദപുരുഷാസ് ഉണ്ട്. ഗുദപുരുഷാസ് ആണ് എന്ത്? സീക്രട്ട് ഏജൻസ്. ഇനി സംഘാസ് അല്ലെങ്കിൽ ശ്രേണീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർച്ചന്റ് ഗിൽഡ്സ് ആണ്. ഈ മെർച്ചന്റ് ഗിൽഡുകൾ നമ്മൾ എസ്പെഷ്യലി UPSC ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ഇനി
ശതമാന പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് എക്കോണമി ആൻഡ് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഹാര, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിൽ നമ്മൾ അഹാര എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഡിസ്ട്രിക്ട് ആണത്. പിന്നെന്താണ് അമാത്യയാണ് ഈ ഒരു ഡിസ്ട്രിക്ട് ഹെഡ് എന്ന് പറയുന്നത്. ഇനി ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഗന്ധിക എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ട്രേഡർ ആണ്. അതുപോലെ തന്നെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കഥക, സ്കന്ദവര എന്നുണ്ടെങ്കിൽ മിലിറ്ററി സെറ്റിൽമെന്റ്സ് ആണ്. അതുപോലെ തന്നെ കോയിൻസ് നോക്കുവാണെങ്കിൽ ഗോൾഡ് കോയിൻസ് ഏതൊക്കെയായിരുന്നു? നിഷ്ക, പാല. അതുപോലെ തന്നെ സിൽവർ കോയിൻസ് നോക്കുവാണെങ്കിൽ രൂപക, സത്മന ആൻഡ് പണ. ഇനി കോപ്പർ കോയിൻസ് നോക്കുവാണെങ്കിൽ കക്കിനി ആൻഡ് കർഷപൺ. ഇത്രയുമാണ് ശതവാഹന പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ടെർമിനോളജീസ്. ഇനി ഗുപ്ത അഡ്മിനിസ്ട്രേഷനും ഗുപ്ത റവന്യൂ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടൈറ്റിൽസ് ഉണ്ട്. ടേം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്? ബാധഗരാധിഗ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫ് ദ റോയൽ ട്രഷറി, യുക്ത പുരുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീപ്പർ ഓഫ് ദ വാർ ബൂട്ടി അക്കൗണ്ട്സ്, സാമന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഡേറ്ററി അല്ലെങ്കിൽ സബ്സിഡിയറി റൂളർ ആണ്, ഭൂക്തി ഓർ ദേശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസസ് ആണ്, ഹെഡഡ് ബൈ എന്താണ്? കുമാരമത്യാസ്. ഇനി പ്രദേശ അല്ലെങ്കിൽ പട്ടണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് യൂണിറ്റ്സ് ആണ്. ഇത്രയുമാണ് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റവന്യൂ ടേംസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ടാക്സേഷൻ ടേംസ് ഉണ്ട്. ടാക്സ് ടേമും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നമുക്ക് നോക്കാം. കൽപ്പിത അല്ലെങ്കിൽ ഉപകൽപ്പിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് ടാക്സ് ആണ്. ഭോഗ മീൻസ് എന്താണ്? കിങ്സ് ഷെയർ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ബലി പ്രദയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ ടാക്സ് ആണ്. പിന്നെ ഭോഗ നമ്മൾ പറഞ്ഞു ട്രിബ്യൂട്ട് ടു കിങ് ആണ്. ഇൻ ടൈംസ് ഓഫ് എന്താണ്? ഗിഫ്റ്റ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എക്സെട്ര. ഇനി എന്താണ്? ചാരസന. ചാരസന മീൻസ് ഗ്രേസിംഗ് ടാക്സ് ആണ്. അതുപോലെ തന്നെ ഉദകഭാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ടാക്സ്. രജ്ജു മീൻസ് ലാൻഡ് മെഷർമെന്റ് ടാക്സ് ആണ്. ദേവദാന മീൻസ് ഗ്രാൻഡ് ടു ടെമ്പിൾസ്. അതുപോലെ തന്നെ ബ്രാഹ്മദേയ മീൻസ് ലാൻഡ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മിൻസ്. ഇനി സർവറിഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ടാക്സ് ആണ്. ഇനി വേദക് ഭോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിഗേഷൻ ടാക്സ് ആണ്. ഇനി സംഘം ഏജിലെ സംഘം സൊസൈറ്റിയിലേക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. പ്രൊഫഷൻസുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റവന്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട ടേംസ് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? വരിയാണ്. വരി മീൻസ് ജനറൽ ടൈം ഓഫ് ടാക്സ്. നമ്മൾ വരി കെട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് എന്ത് ഈ വരി എന്ന് പറയുന്നത്, ജനറൽ ടൈം ഓഫ് ടാക്സ്. വരിയർ മീൻസ് ടാക്സ് കളക്ടർ ആണ്. ഇറബു മീൻസ് ഓഫറിംഗ്സ് ടു ദ കിങ്. ഇനി എന്താണ്? ബെള്ളാളർ മീൻസ് അഗ്രികൾച്ചറലിസ്റ്റുകൾ. മൾവർ മീൻസ് തീവ്സ്. ഇനി പുല്ലൈൻ മീൻസ് റോപ്പ് മേക്കേഴ്സ്. കോറൈ മീൻസ് ലാൻഡ് ടാക്സ്. ദൂതർ മീൻസ് മെസ്സഞ്ചേഴ്സ്. ഒറ്റർ മീൻസ് സ്പൈ അല്ലെങ്കിൽ ഇൻഫോമേഴ്സ്. ഇനി ചോള എംപയറുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആയിരുന്നു ഈ ഒരു ചോള എംപയറിനുണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ടേംസ് നോക്കുവാണെങ്കിൽ വെള്ളാളർ മീൻസ് എന്താണ്? ലാൻഡ് ഓൺഡ് അഗ്രികൾച്ചറലിസ്റ്റുകളാണ്. അതുപോലെ തന്നെ മണിഗ്രാമം മീൻസ് മേജർ ട്രേഡ് ഗിൽഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മണിഗ്രാമം എന്ന് പറയുന്നത്. മണിഗ്രാമം പ്രീവിയസ് ഇയറിൽ UPSC ചോദിച്ചിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യുക? ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി നാനാദേശീസ് മീൻസ് മെർച്ചന്റ് ഗിൽഡ്സ് വിത്ത് വൈഡ് നെറ്റ്വർക്ക്സ്. 5 വണ്ണം മീൻസ് ഫോറിൻ മെർച്ചന്റ് ഗിൽഡ്. അറബ്, ചൈനീസ് അവരുടെയൊക്കെ ഫോറിൻ മെർച്ചന്റ് ഗിൽഡിനെയാണ് നമ്മൾ 5 വണ്ണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്നാണ് ശാലഭോഗ. ശാലഭോഗ മീൻസ് ലാൻഡ് ഗ്രാൻഡ് ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി തണിയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് ലാർജ് വില്ലേജസ് ആണ്. അതുപോലെ തന്നെ നാട് അല്ലെങ്കിൽ കുട്രം എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. തൻ കുട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ സെൽഫ് ഗവൺമെന്റ് ആണ്. സെൽഫ് ഗവൺമെന്റ് ഉള്ള ടൗൺസിനെയാണ് നമ്മൾ തൻ കുട്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷനും ആർമിയും നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട ടേംസ് ഏൻഷ്യന്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഈ ഒരു ചോള എംപയറിൽ വരുന്നത് എന്താണ്? പുരവു വരുത്തിനൈക്കളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ വേലൈക്കാരർസ് മീൻസ് റോയൽ ബോഡി ഗാർഡ്സ് ആണ്. എലൈറ്റ് ട്രൂപ്സിന്റെ റോയൽ ആയിട്ടുള്ള ബോഡി ഗാർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേലൈക്കാരർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ജനറൽ അസംബ്ലി, അതിനെയാണ് നമ്മൾ ഉർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് എന്ത്? പാരച്ചേരി. പാരച്ചേരി മീൻസ് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ലോവർ കാസ്റ്റസ് അല്ലെങ്കിൽ ഔട്ട് കാസ്റ്റസ് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പാരച്ചേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ പെരുംധനമുണ്ട്. സീനിയർ ക്ലാസ് ഓഫ് ഓഫീസേഴ്സ് ആണ്. അതുപോലെ തന്നെ ലോവർ സിറുധനംസ്. സിറുധനംസ് മീൻസ് എന്താണ്? ജൂനിയർ ഓഫീസർ ക്ലാസ് ആണ്. ഇത്രയും ടേംസ് ആണ് നമുക്ക് ആക്ച്വലി ഏൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പോർട്സ് ആണ്. പോർട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏൻഷ്യന്റ് ഇന്ത്യയിലും മിഡീവൽ ഇന്ത്യയിലും പോർട്സ് നമുക്ക് നോക്കാം. ഇന്ത്യൻ പോർട്സ് ത്രൂ ഹിസ്റ്ററി, ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട പോർട്സ് ആയിട്ട് നമ്മൾ പറയുന്നത് സൂത് കജൻഡോർ ഉണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനാണ് ഇപ്പോൾ ഉള്ളത്. ഹാരപ്പൻ പോർട്ട് നിയർ ഇറാൻ ബോർഡർ ആണ്. ഇനി സൊട്കക്കോ ഉണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ മേജർ ട്രേഡ് ഹബ്ബാണ്. ലൊക്കേറ്റഡ് ഓൺ ഷാദിഖോർ റിവർ. ഇനി ബാലക്കോട്ട് ഉണ്ട്. ബലൂചിസ്ഥാനിലാണ്. പോർട്ട് ഓൺ വിദാർ റിവർ. മറൈൻ ഷെൽ ആൻഡ് ട്രേഡ് എവിഡൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അല്ലാദിനും ഉണ്ട്. കറാച്ചി കോസ്റ്റിലാണ്. നോട്ടഡ് ഫോർ കോപ്പർ ആർട്ടിഫാക്ട്സ്. കോസ്റ്റൽ ഹാരപ്പൻ സൈറ്റ് ആണ്. ലോത്തലുണ്ട്. ഗുജറാത്തിലാണ്. വേൾഡ്സ് എയർലിയസ്റ്റ് ഡോക്യാർഡ് ആണ് ലോത്തൽ എന്ന് പറയുന്നത്. ഇനി സംഗമേറ പോർട്സ് നോക്കുവാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് പോർട്സ് ആയിട്ട് നമ്മൾ തിരിക്കുവാണെങ്കിൽ മുസിരിസ് ഉണ്ട്. കേരളത്തിലാണ്. മേജർ ഇൻഡോ റോമൻ ട്രേഡ് ഹബ്ബായിരുന്നു മെൻഷൻഡ് ഇൻ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ. ഇനി ടിൻഡിസ് ഉണ്ട്. കേരളത്തിലാണ്. സ്റ്റെല്ലൈറ്റ് പോർട്ട് ഓഫ് മുസിരിസ് ആണ്.
സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുസിരിസ് ആണ്. ഇനി എന്താണ്, കോട്ടയം ഉണ്ടായിരുന്നു കേരളത്തിൽ ഓൺ കൂടൂർ റിവർ, ആക്റ്റീവ് സംഘം ഏറയിലെ ഒരു ആക്റ്റീവ് ട്രേഡ് സെൻറ്റർ ആയിരുന്നു. ഇനി കണ്ണൂർ പോർട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ, ഫ്ലറിഷ്ഡ് അണ്ടർ ദ സംഗമ ഡൈനാസ്റ്റി. ഇനി ഈസ്റ്റ് കോസ്റ്റ് പോർട്സ് നോക്കുവാണെങ്കിൽ കോർക്കൈ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, പാണ്ഡ്യ ക്യാപിറ്റൽ പോർട്ട് ഓൺ താമരഭരണി റിവറാണ്. പേൾ ട്രേഡ് ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി അരിക്കമേട് അല്ലെങ്കിൽ പുതുകയുണ്ട്, പുതുച്ചേരിയാണ്. റോമൻ ട്രേഡ് സൈറ്റ് ആണ്, ആർക്കിയോളജിക്കൽ റോമൻ പോട്ടറി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പുഹാർ, കാവേരി പട്ടണത്തിനെയാണ് പുഹാർ എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലാണ്. ചോള പോർട്ട് അറ്റ് കാവേരി റിവർ മൂത്ത്. ഇനി തൊണ്ടിയുണ്ട്, തമിഴ്നാട്ടിലാണ്. പോർട്ട് മെൻഷൻഡ് ഇൻ സംഘം ലിറ്ററേച്ചർ. ഇനി ശാലയൂർ ഉണ്ട്, തമിഴ്നാട്ടിലെ മൈനർ പോർട്ടാണ്. വാസവ സമുദ്ര തമിഴ്നാട്ടിലുള്ള ഒരു പാലാർ റിവറിലുള്ളതാണ്, റീജിയണൽ പോർട്ടായിരുന്നു. ഇനി മൗര്യൻ ആൻഡ് പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ നമുക്ക് നോക്കാം. വെസ്റ്റ് കോസ്റ്റിൽ ബറുക്കൊച്ച അല്ലെങ്കിൽ ഭറൂച്ച് ഉണ്ടായിരുന്നു, ഗുജറാത്തിലാണ്. മേജർ മൗര്യൻ എംപോറിയമാണ്. ഇനി സൊപ്പാരയുണ്ട് മഹാരാഷ്ട്രയിൽ, ലിങ്ക്ഡ് വിത്ത് ഇൻഡോ റോമൻ ട്രേഡ്. ബാർബറിക്കുമുണ്ട് സിന്ധ് റീജിയനിൽ. കീ ട്രേഡ് ഔട്ട്ലെറ്റ് നിയർ കറാച്ചിയാണ്. സേമില്ല ഉണ്ട്, അൺക്ലിയർ ആണ്, എവിടെയാണ് ഏതാണ് റീജിയൻ എന്ന് അൺക്ലിയർ ആണ്. വെസ്റ്റ് കോസ്റ്റ് ഹബ്ബാണ്. നെൽക്കിണ്ട കേരളത്തിലാണ്. ഡിസ്ക്രൈബ്ഡ് ഇൻ പെരിപ്ലസ് റിവൽ ടു മുസിരിസ് ആയിരുന്നു ഈ നെൽക്കിണ്ട എന്ന് പറയുന്നത്. ഇനി മസാലിയ ഉണ്ട്, ലൈക്ലി എന്താണ് മാംഗ്ലൂർ ആണെന്നാണ് പറയപ്പെടുന്നത്, പോസ്റ്റ് മൗര്യൻ ട്രേഡ് സെൻറ്റർ ആയിരുന്നു. ഇനി ഈസ്റ്റ് കോസ്റ്റ് പോർട്സ് നോക്കുവാണെങ്കിൽ തമ്പ്രലിപ്തി വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റേൺ എംപോറിയം ഓഫ് മൗര്യൻ എറയാണ്. പിട്രോഡ നോക്കുവാണെങ്കിൽ ഒഡീഷയിലാണ്. മൈനർ പോസ്റ്റ് മൗര്യൻ പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഗുപ്ത എറയിലെ പ്രധാനപ്പെട്ട പോർട്സ് നമുക്ക് നോക്കാം. 4th to 6th century സിയിൽ ബറൂച്ച് ഉണ്ടായിരുന്നു ഗുജറാത്തിലെ, കണ്ടിന്യൂഡ് പ്രോമിനൻസ് ഫ്രം മൗര്യൻ എറ. ഇനി ഷൗൾ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ, ഗുപ്ത എറ ട്രേഡിംഗ് പോർട്ടാണ്. കല്യാൺ ഉണ്ട് മഹാരാഷ്ട്രയിൽ, ലൊക്കേറ്റഡ് നിയർ മുംബൈ, ആക്റ്റീവ് ഹബ്ബായിരുന്നു. ഇനി ക്യാമ്പൈ ഉണ്ട് ഗുജറാത്തിൽ, കീ വെസ്റ്റ് കോസ്റ്റ് ഔട്ട്ലെറ്റ് ആയിരുന്നു. ഈസ്റ്റ് കോസ്റ്റിലെ പോർട്സ് നോക്കുവാണെങ്കിൽ തമ്രലിപ്തി ഉണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ, റിമെയിൻഡ് ആക്റ്റീവ്, ഗേറ്റ് വേ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഗന്ധശാല ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശ്, ബുദ്ധിസ്റ്റ് സൈറ്റ് വിത്ത് പോർട്ട് കണക്ടിവിറ്റിയാണ്. കടൂര ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ, കോസ്റ്റൽ ട്രേഡിംഗ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഇനി മീഡിയവൽ പോർട്സ് 7th to 16th century നമ്മൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് പോർട്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലിക്കറ്റ് ഉണ്ട് കേരളത്തിൽ, ഫ്ലറിഷ്ഡ് അണ്ടർ ജമൂറിൻസ് കാലിക്കറ്റിലെ. ബ്ലാക്ക് പെപ്പർ ട്രേഡ് ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. മുശിരി കേരളത്തിൽ നോക്കുവാണെങ്കിൽ കോസ്റ്റൽ ട്രേഡിംഗ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതുപോലെ സൊപ്പാര മഹാരാഷ്ട്രയിൽ, ഏൻഷ്യൻ്റ് പോർട്ട് റിവൈവ്ഡ് ഇൻഡോ അറബ് ട്രേഡാണ്. ഇനി തൂറ്റിക്കോറിന് അല്ലെങ്കിൽ തൂത്തിക്കൂട് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിലാണ്. പാണ്ഡ്യ ചോള മാരിടൈം ട്രേഡാണ്. ആക്ച്വലി ഇത് എവിടെയായിട്ടാണ് വരുന്നത്, ഈ വെസ്റ്റ് കോസ്റ്റ് അല്ല, ഈസ്റ്റ് കോസ്റ്റിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ് ആണ്. ഇനി ഈസ്റ്റ് കോസ്റ്റ് പോർട്സ് നോക്കുവാണെങ്കിൽ നിർപ്പയ്യൂറും ഉണ്ട് തമിഴ്നാട്ടിലാണ്, മോഡേൺ മഹാബലിപുരമാണ്, പല്ലവ പോർട്ടായിരുന്നു. ഇനി മുട്ടുപ്പള്ളി നോക്കുവാണെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ്, കക്കാത്തിയ പോർട്ടാണ്, മെൻഷൻഡ് ബൈ മാർക്കോ പോളോയാണ്, പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ ആണ്. മസൂലിപട്ടണം നോക്കുവാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ, ശതവാഹന ഒറിജിനാണ്, മുസ്ലിം ട്രേഡ് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ്. ഗോൾക്കൊണ്ട റൂളേഴ്സ് ആയിരുന്നു ഇതിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് പുലിക്കാട്ട് പോർട്ട്, തമിഴ്നാട്ടിലുള്ളതാണ്, വിജയനഗര എറ പോർട്ടാണ്. ലേറ്ററെ ഡച്ച് അല്ലെങ്കിൽ പോർച്ചുഗീസ് ട്രേഡിംഗ് സെൻറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും പോർട്സ് ആണ് നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇനി ഇതിനകത്ത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടൈംസ് വേഴ്സസ് ഡൈനാസ്റ്റിക് ടൈം ലൈൻ. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ടൈംസും ഡൈനാസ്റ്റിക് ടൈം ലൈനും ഓരോ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലും ഓരോ അഡ്മിനിസ്ട്രേഷനെയും അല്ലെങ്കിൽ ഒഫീഷ്യൽസിനെയും ഓഫീസുകളെയും എന്ത് പേരിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ UPSC എന്താണ്, ഹൂ ഡിഡ് വാട്ട്, ആര് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഓഫീസ് ഏതാണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ മാച്ച് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് വിത്ത് ദ കറക്റ്റ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ എറ. ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് ഒക്കെ തന്നിട്ട് ഡൈനാസ്റ്റിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എറയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. ഇപ്പം വേദ കാലഘട്ടത്തിലെയും മൗര്യ കാലഘട്ടത്തിലെയും ഗുപ്ത കാലഘട്ടത്തിലെയും ചോള കാലഘട്ടത്തിലേക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് എടുത്ത് എന്താണ് കണക്ട് ടു ഡൈനാസ്റ്റി, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ട്രേഡ് ഗിൽസ് ആൻഡ് മാരിടൈം എക്കോണമി. ട്രേഡ് ഗിൽസ് ഏതൊക്കെയാണ്, ഓരോ കാലഘട്ടത്തിലും ഓരോ ഡൈനാസ്റ്റിയുടെ കീഴിലും ഉണ്ടായിരുന്ന ട്രേഡ് ഗിൽസിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ലിങ്ക് മെർച്ചന്റ് ഗിൽസ് വിത്ത് എന്താണ് മണിഗ്രാമം, നാനാദേശിസിനെയൊക്കെ എന്ത് ചെയ്യുക ലിങ്ക് ചെയ്യുക വിത്ത് എന്താണ് പോർട്ട് സിറ്റീസ് ആൻഡ് ട്രേഡ് റൂട്ട് മെൻഷൻഡ് ഇൻ സംഗം ആൻഡ് ചോള ടൈംസ്. അതായത് ആ ഒരു ഈ സംഗമം ചോളയും മാത്രമല്ല ഏതെങ്കിലും ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ട്രേഡ് ഗിൽസിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് ഗിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോർട്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, അവരുടെ ട്രേഡ് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പെർസ്പെക്റ്റീവ് ആണ് ഏൻഷ്യന്റ് കോയിനേജ് ആൻഡ് മോണിറ്ററി സിസ്റ്റം. സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ടേംസിലേക്ക് എന്താണ് നിസ്ക, പണ, കർഷപണ, രൂപക, ഇതൊക്കെ എന്ത് ചെയ്യുക കണക്ട് ദ
ദം ടു ഡൈനാസ്റ്റീസ് ആൻഡ് എക്കണോമിക് പ്രാക്ടീസസ്. അതായത് ആ ഡൈനാസ്റ്റീസുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ എക്കണോമിക് പ്രാക്ടീസസുമായിട്ട് കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു കോയിന്റെ നെയിം ഒക്കെ തന്നിട്ട് ആ ഒരു കോയിൻ ഏത് ഡൈനാസ്റ്റിയുടെ കീഴിൽ, ഏത് കാലഘട്ടത്തിലായിരുന്നു, ഏത് എറയിലായിരുന്നു എന്നൊക്കെ മേ ബി ചോദിക്കാം. ഇനി റിലീജിയസ് ടേംസ് ആൻഡ് ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ടേംസിലേക്ക് എന്താണ് ചൈത്യ, സ്തൂപ, വിഹാര, ഉപാസിക, ഇതൊക്കെ മേ ബി എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് ചോദിക്കാം. ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ഇൻ ക്വസ്റ്റ്യൻസ് ഓൺ ബുദ്ധിസ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇനി എന്താണ് ടാക്സേഷൻ ആൻഡ് റവന്യൂ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടേംസിലേക്ക് ഭോഗ, ഉദകഭാഗ്, രജ്ജു, ബലിപ്രത്യയ, സർവറിഷ്ടി, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏൻഷ്യന്റ് ടാക്സേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റവന്യൂ ടേംസ്, ആ റവന്യൂ ടേംസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഓരോ റവന്യൂ ടേംസും ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആ ഒരു രീതിക്കും മേ ബി എന്ത് ചെയ്യാം UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ഓരോ ടേംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ പോർട്സിനെയും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലെ തീം നമ്പർ 41 പോർട്സ് അതുപോലെ തന്നെ ടേംസ് എന്നുള്ള തീമിന്റെ കീഴിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു തീമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റെഫറൻസ് വേണമെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടിരുന്നാൽ മതി.